സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ 8ാം കിരീടം ലക്ഷ്യമിട്ട് കേരളം ഇന്നിറങ്ങും. ഫൈനലിൽ സർവീസസ് ആണ് എതിരാളികൾ. ഉച്ചയ്ക്ക് 1 മണിക്ക് അസമിലെ തക്കോഖാന ഫുട്ബോൾ സ്റ്റേഡിയത്തിലാണ് മത്സരം. 2 ഘട്ട മത്സരത്തിൽ കേരളത്തെ തോൽപ്പിച്ച ഏക ടീമാണ് സർവീസസ്. ഫൈസൽ ഹംസ വിശദാംശങ്ങൾ നൽകും. ഫൈസൽ, ഗുഡ് മോർണിംഗ്. വളരെ ആവേശത്തിലാണ് കേരളമുള്ളത്, വലിയ ആത്മവിശ്വാസത്തിലാണ് കേരളമുള്ളത്. പക്ഷേ എതിരാളികൾ ചില്ലറക്കാരല്ല. ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിനൊരു സന്തോഷം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ടൂർണമെന്റ് പതിയെ തുടങ്ങി പിന്നീട് വലിയ ആവേശത്തിലേക്ക് അല്ലെങ്കിൽ ആത്മവിശ്വാസത്തിലേക്ക് എത്തിയ ഒരു ടീമാണ് കേരളം. ഗ്രൂപ്പ് ഘട്ടത്തിൽ കേരളം 3 ജയവും 1 സമനിലയും 1 തോൽവിയുമായിരുന്നു കേരളത്തിനുണ്ടായിരുന്നത്. അന്ന് തോറ്റത് ഈ സർവീസസിനോടാണ് എന്നുള്ള ഒരാശങ്ക, ചെറിയ ആശങ്ക കേരള ടീമിനുണ്ട്. പക്ഷെ കഴിഞ്ഞ 2 മത്സരങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മികച്ച ഫോമിലായിരുന്നു. 2 മത്സരങ്ങളിലായി കേരളം അടിച്ചു കയറ്റിയത് 7 ഗോളുകളാണ്. 1 ഗോൾ പോലും കേരളം വഴങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. സെമിയിൽ പഞ്ചാബിനെതിരെയായിരുന്നു ഈ ടൂർണമെന്റിലെ തന്നെ കേരളത്തിന്റെ ഏറ്റവും മികച്ച പ്രകടനം നമ്മൾ കണ്ടത്. 4 ഗോളിനാണ്, ഏകപക്ഷീയമായ 4 ഗോളിനാണ് കേരളം ജയിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിന്റെ ഈ ഒരു പ്രകടനത്തിൽ നിർണായകമായത് മധ്യനിരയുടെ ഒരു ഫോം കണ്ടെത്തലാണ്. മധ്യനിരയിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വി അർജുനും MM അർജുനും OM ആസിഫും അടങ്ങുന്ന ത്രയം, ആ ത്രയമാണ് കേരളത്തിന്റെ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. അതിന്റെ മികവ് സെമി ഫൈനലിൽ നമ്മൾ കാണുകയും ചെയ്തു. ആ പ്രകടനം ആവർത്തിച്ചാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സർവീസസ് ഒരു എതിരാളിയാവില്ല, വലിയ ആശങ്കയാവില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സർവീസസിനെ മറികടക്കാൻ കേരളത്തിന് കഴിയും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മാത്രമല്ല, പ്രതിരോധത്തിലും കേരളം ശക്തിയാർജിക്കുന്ന കാഴ്ചയാണ്. ക്യാപ്റ്റൻ വി സഞ്ജു നയിക്കുന്ന പ്രതിരോധം കഴിഞ്ഞ മത്സരങ്ങളിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് എന്നുള്ളതാണ്. മുന്നേറ്റത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 2 മത്സരങ്ങളിൽ 7 ഗോൾ നേടുന്നു. പ്രത്യേകിച്ച് അജിസലിന്റെ പ്രകടനം ഈ ടൂർണമെന്റിൽ ഇതിനോടകം തന്നെ അദ്ദേഹം 4 ഗോളുകൾ നേടിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ഗോൾ നേടിയ മുഹമ്മദ് റിയാസ്മ, അതോടൊപ്പം തന്നെ വിഘ്നേഷും ടീമിലുണ്ട് എന്നുള്ളതും നമുക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. കഴിഞ്ഞ തവണ കൈവിട്ട കിരീടം ഇത്തവണ തിരിച്ചു പിടിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആര്യ, തീർച്ചയായും ഫൈസൽ ഹംസയാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും കേരളം കപ്പടിക്കുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും.